ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമുക്കിനി ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് ഫ്രിക്ഷൻ്റെ മൊഡ്യൂളിൽ നിന്ന് സാധാരണ നമ്മളോട് ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലംസ് ആണ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കില്ലേ. 1-2 തവണ മാത്രമേ വെഡ്ജ് ഫ്രിക്ഷൻ ചോദിച്ചിട്ടുള്ളൂ. അത് തന്നെ വെഡ്ജ് ഫ്രിക്ഷൻ്റെ വലിയ പ്രോബ്ലംസ് ഒന്നല്ല, ചെറിയ കുഞ്ഞി പ്രോബ്ലംസ്. അല്ലെങ്കിൽ വെഡ്ജിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരക്കാം, അങ്ങനത്തെ ചെറിയ അതായത് കുറഞ്ഞ മാർക്കിനുള്ള 5 മാർക്കിനൊക്കെ ഉള്ള പ്രോബ്ലംസേ ചോദിച്ചിട്ടുള്ളൂ. കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്നത് ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ നമുക്കിവിടെ സിമ്പിളായിട്ടുള്ള ഒരു ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ചെയ്ത് പഠിക്കാം. ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുന്നതിന് മുന്നേ, ഇതിൻ്റെ തൊട്ട് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ലാഡർ ഫ്രിക്ഷൻ്റെ പ്രോബ്ലം വന്നാൽ എങ്ങനെ ലാഡറിൻ്റെ ഫിഗർ വരക്കുക, റിയാക്ഷൻസ് എങ്ങനെ വരിക എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിളായിരിക്കും മനസ്സിലാവാൻ. ഓക്കെ, പ്രോബ്ലം ഇതാണ്. എ യൂണിഫോം ലാഡർ 6 meter long and weight 300 Newton is resting against a wall with which it makes 30 degree. A man weighing 750 Newton climbs up the ladder. At what position along the ladder from the bottom end does the ladder slips? The coefficient of friction for both the wall and the ground with the ladder is 0.2. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡീറ്റെയിൽസുകളെല്ലാം ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബ്ലം ലാഡറിൻ്റെ പ്രോബ്ലം ആണെന്ന് കാണുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലാഡറിൻ്റെ ഫിഗർ അവിടെ വരച്ചു വെക്കുക. ഓക്കെ, വോളിനും ഫ്ലോറിനേറ്റും കണക്ട് ചെയ്യുന്നൊരു ലാഡർ വരച്ചു വെക്കുക. ലാഡറിന് ഒരു നെയിമും കൊടുക്കണം. നമ്മൾ സാധാരണ കൊടുക്കുന്നത് AB എന്ന് പറഞ്ഞ ഒരു ലാഡറും O എന്ന് പറയുന്നത് ഫ്ലോറും വോളും തമ്മിലുള്ള കോണ്ടാക്റ്റ് പോയിൻറ്റും. ഇതേ പേര് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ബട്ട് നമ്മൾ എപ്പോഴും ഒരേ ടൈപ്പ് തന്നെ ഫോളോ ചെയ്താൽ നമ്മൾ ആൻസറും കറക്റ്റായിട്ട് വരും. എപ്പോഴും തല തിരിഞ്ഞും PQ RST അങ്ങനെ പേരുകളൊക്കെ കൊടുത്താൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. എപ്പോഴും ഒരുപോലെ നമ്മൾ പേര് കൊടുക്കാൻ നോക്കുക. ലാഡറിൻ്റെ പ്രോബ്ലം ആണെന്ന് കണ്ടപ്പോഴേ നമ്മളൊരു ലാഡർ വരച്ചു. ലാഡറിൻ്റെ ലെങ്ത്ത് 6 meter ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 6 meter എന്ന് മാർക്ക് ചെയ്യുക. ലാഡറിൻ്റെ ലെങ്ത്തിന് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വേറൊരു കളറിലും മാർക്ക് ചെയ്തു. ലാഡറിൻ്റെ ലെങ്ത്ത് 6 meter ആണ്. ഞാൻ 6 meter ലെങ്ത്ത് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് തന്നത് എന്താ, വെയ്റ്റ് 300 Newton. ലാഡറിൻ്റെ വെയ്റ്റ് ഉണ്ട് അല്ലേ. ലാഡറിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ആക്ട് ചെയ്യുക, ലാഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ, C എന്ന് പറഞ്ഞ കറക്റ്റ് സെൻറ്റർ പോയിന്റിലാണ് നമ്മളുടെ വെയ്റ്റ് മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കുഞ്ഞി വെയ്റ്റ്, അതായത് ചെറിയ വെയ്റ്റ് മാർക്ക് ചെയ്യുന്ന പകരം കുറച്ച് ലെങ്ത്തിൽ വെയ്റ്റ് മാർക്ക് ചെയ്യുക. അതായത് നമ്മൾ ഫ്ലോറിനെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരു ഫോഴ്സ് വരച്ചിട്ട് വെയ്റ്റ് 300 എന്ന് മാർക്ക് ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ ചെറിയ കുഞ്ഞി ട്രയാങ്കിളൊക്കെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഈ ഒരു ലൈന്, അതായത് വെയ്റ്റിൻ്റെ ഈ ഒരു ലൈന് C എന്ന് പറഞ്ഞ AO എന്ന് പറഞ്ഞ ലൈനിൽ കട്ട് ചെയ്യുന്ന പോയിന്റിനെ ഞാൻ D എന്ന് പേര് വിളിച്ചു. നമുക്ക് ആ AD എന്ന് പറഞ്ഞ ലെങ്ത്തൊക്കെ മൊമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ ആവശ്യമുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ വരക്കുന്നത്. അടുത്തത് എന്താ, റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് എ വാൾ വിത്ത് വിച്ച് ഇറ്റ് മേക്സ് 30 degree. 30 degree എന്തിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്, റെസ്റ്റിംഗ് എഗെയിൻസ്റ്റ് എ വാളിനായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് എന്ത് തന്നത്, 30 degree. എ മാൻ വെയിങ് 750 Newton ക്ലൈംസ് അപ്പ് ദ ലാഡർ അറ്റ് വാട്ട് പൊസിഷൻ. അതായത് ഒരു 750 Newton വെയിറ്റുള്ള ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ലാഡർ കയറി വരുന്നുണ്ട്. ഈ ലാഡർ കയറി വന്ന് എവിടെയോ ഒരു പൊസിഷനിലെത്തിയപ്പോൾ, ആ പൊസിഷൻ ഏതാണെന്ന് നമുക്കറിയില്ല, നമുക്ക് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞൊരു പൊസിഷനിലെത്തിയപ്പോൾ ആ ലാഡർ സ്ലിപ്പ് ചെയ്തു. അപ്പോൾ അയാളുടെ പൊസിഷൻ എന്ന് പറയുന്നത് ഈലാണ്. അപ്പോൾ അയാളുടെ വെയിറ്റ് 750 Newton അല്ലേ, അത് ഈലാണ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവാർഡ് ഡയറക്ഷൻക്ക്. ഞാൻ ഈ 300ഉം ഒക്കെ ഒന്ന് കുറച്ച് ഇങ്ങോട്ട് മാറ്റി വരക്കണ്ടേ, മിസ്റ്റേക്ക് ഒന്നുമില്ല. എനിക്ക് 300 ഒന്നും എഴുതാനുള്ളൊരു സ്ഥലമില്ല. 300 Newton എന്ന് പറഞ്ഞ പൊസിഷനിലെത്തിയപ്പോൾ, എന്ന് പറഞ്ഞ പൊസിഷനിൽ ഒരു വെയിറ്റ് ഉണ്ട്, ഒരാളുണ്ടായിരുന്നു. അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് 750 Newton ആണ്. അയാളുടെ ആ ഡിസ്റ്റൻസ് എത്രയും നമുക്കറിയില്ലല്ലോ. അറ്റ് വാട്ട് പൊസിഷൻ, ക്വസ്റ്റ്യൻ എന്താ, അറ്റ് വാട്ട് പൊസിഷൻ അലോങ് ദ ലാഡർ ഫ്രം ദ ബോട്ടം എൻഡ് ഡസ് ദ ലാഡർ സ്ലിപ്സ് എന്നാ. ഇങ്ങനെ ഒരാൾ കയറുമ്പോൾ നമ്മളെ ലാഡർ ഏതോ ഒരു പൊസിഷനിലെത്തിയപ്പോൾ സ്ലിപ്പായി. നമ്മൾ അസ്യൂം ചെയ്തു എന്ന് പറഞ്ഞ പൊസിഷനിലെത്തിയപ്പോഴാണ് സ്ലിപ്പായത്. ബോട്ടം തൊട്ട് എന്ന് പറഞ്ഞ പോയിന്റ് തൊട്ട് വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെ X meter എന്ന് വിളിച്ചു.
എക്സ് മീറ്റർ എന്ന് വിളിച്ചിട്ടില്ലെങ്കിലും എക്സ് എന്ന് വിളിച്ചു, അൺനോൺ ഡിസ്റ്റൻസ് ആണ്. ആ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കൂടെ എന്തും കൂടി തന്നിട്ടുണ്ട്, ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ബോത്ത് വോൾ ആൻഡ് ഗ്രൗണ്ട്. അതായത് മ്യൂ എഫിൻ്റെ വാല്യൂ, ഫ്ലോറിലുണ്ടാവുന്ന വാല്യൂ, മ്യൂ വോൾ എന്ന് പറയുന്ന വോളിലുണ്ടാവുന്ന കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താ, സെയിം ആണ്. അതിൻ്റെ വാല്യൂ 0.2 ആണെന്നാണ് തന്നിട്ടുള്ളത്. നമുക്കത് മാർക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലാഡർ വരയ്ക്കണം. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലാഡർ വരച്ചപ്പോൾ ഫസ്റ്റ് നമ്മൾ ലാഡറിൻ്റെ വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവാർഡ് ഡയറക്ഷൻക്ക് മാർക്ക് ചെയ്തു. അടുത്തത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ലാഡറിലുള്ള റിയാക്ഷണൽ ഫോഴ്സാണ്. എത്ര റിയാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും? 2 റിയാക്ഷൻസ്. കാരണം ലാഡർ 2 സ്ഥലത്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഫ്ലോറിലും ഒന്ന് വാളിലും. അപ്പോൾ ഫ്ലോർ റിമൂവ് ചെയ്യുമ്പോൾ ഈ ഫ്ലോറിന് പെർപെൻഡിക്കുലറായിട്ട് ടുവാർഡ്സ് ദ ബോഡി, നമ്മളെ ലാഡറിൻ്റെ ഉള്ളിലേക്കുള്ള ഡയറക്ഷനായിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. റിയാക്ഷൻ്റെ പേര് RF. ഫ്ലോറിലുള്ള റിയാക്ഷൻ ആയതുകൊണ്ട് FR, അതായത് RF, റിയാക്ഷൻ അറ്റ് ഫ്ലോർ. അതേപോലെ വോൾ റിമൂവ് ചെയ്യുമ്പോൾ വോളിന് പെർപെൻഡിക്കുലറായിട്ട് ടുവാർഡ്സ് ദ ലാഡർ ഒരു റിയാക്ഷൻ ഉണ്ടാവും, അതിൻ്റെ പേര് RW. ഇനി നിങ്ങൾക്ക് RA RB എന്ന് വേണമെങ്കിലും കൊടുക്കുക, കുഴപ്പമൊന്നുമില്ല. ബട്ട് ബെറ്റർ RFും RWയും കൊടുക്കുന്നതാണ്. ഫസ്റ്റ് വെയിറ്റ് മാർക്ക് ചെയ്തു, പിന്നെ റിയാക്ഷൻസ് മാർക്ക് ചെയ്തു. ഇനി അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് ഫ്രിക്ഷണൽ ഫോഴ്സസ് ആണ്. എത്ര ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും? 2 ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. കാരണം നമ്മൾ ലാഡർ 2 കോണ്ടാക്ട് സർഫസിലുണ്ട്, 2 സർഫസിനായിട്ടും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഫ്ലോർ എടുത്തു. ഫ്ലോറിലുണ്ടാകുന്ന റിയാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലായിരിക്കും. അതായത് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ കാരണം എന്താ, നമ്മളെ ലാഡറിനെ സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ ഈ ഡയറക്ഷനിൽ വന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ട് മുന്നുള്ള ഫ്രിക്ഷൻ്റെ ഹൗ ടു ഡു ദ ഫ്രിക്ഷണൽ പ്രോബ്ലം എന്നുള്ള വീഡിയോ കാണാം, അതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഫോഴ്സിൻ്റെ പേരാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സിന് ഞാൻ പേര് കൊടുത്തു ഫ്രിക്ഷൻ്റെ എഫും, ഫ്ലോറിലുള്ള ഫ്രിക്ഷൻ ആയതുകൊണ്ട് FF, വിച്ച് ഇസ് ഈക്വൽ ടു, സാധാരണ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ, μR എന്നല്ലേ. അപ്പോൾ നമ്മളിവിടെ FF എന്ന് കൊടുക്കണ പകരം μR എന്നിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ഫിഗറിൽ തന്നെ നിങ്ങളിത് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതി വെക്കുക, അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെന്ത് വിളിച്ചു, μF ഇൻറ്റു μF ഇൻറ്റു RF. അതായത് μR, F is equal to μR എന്നാണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ ഫ്ലോറിലായതുകൊണ്ട് അതിനെ μF RF എന്ന് വിളിച്ചു. μFൻ്റെ വാല്യൂ RFൻ്റെ വാല്യൂ എത്രയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. μF ആൻഡ് μW is equal to 0.2 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 0.2 RF. പിന്നെ FF ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ FFൻ്റെ പകരം നമ്മൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂ 0.2 RF എന്നാണ്. അടുത്ത ഫ്രിക്ഷണൽ ഫോഴ്സ് വോളിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സാണ്. നമ്മളെ ലാഡറിന് താഴേക്ക് സ്ലിപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്വാർഡ് ഡയറക്ഷനിലായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ F കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. F വോളിലുള്ളതുകൊണ്ട് FW, വിച്ച് ഇസ് ഈക്വൽ ടു, F ഇസ് ഈക്വൽ ടു μR ആണ്. നമ്മൾ μR എന്ന് എഴുതി. വോളിലുള്ള ഫ്രിക്ഷൻ ആയതുകൊണ്ട് μW ഇൻറ്റു RW എന്ന് സ്പെസിഫൈ ചെയ്തു. μWൻ്റെ വാല്യൂ 0.2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 0.2 RW. ഇനി നമ്മൾ ഈ വെർട്ടിക്കലായിട്ടുള്ള ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എഴുതുമ്പോൾ FW FF എഴുതുന്ന പകരം നമുക്ക് 0.2 RW ആൻഡ് 0.2 RF എന്ന് എഴുതാൻ പാടുള്ളൂ. ഇത്രയാണ് നമ്മൾ ലാഡറിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. 10 മാർക്കിന് ലാഡറിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചാൽ നിങ്ങൾ ഈ ഫിഗർ വിത്ത് കറക്റ്റ് ഡയറക്ഷൻ ആൻഡ് ഡയമെൻഷനിൽ നിങ്ങൾ ഈ ഫോഴ്സസ് ഒക്കെ മാർക്ക് ചെയ്ത ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ നിങ്ങൾക്ക് 10ൽ 3 മാർക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, 3 മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമായിട്ടും കിട്ടും. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് മനസ്സിലാവുന്നു. ലെങ്ത്തും ആംഗിളൊക്കെ മാർക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വെയിറ്റ് മാർക്ക് ചെയ്യുക, ദെൻ റിയാക്ഷൻ ഫോഴ്സ് മാർക്ക് ചെയ്യുക, ദെൻ ഫ്രിക്ഷണൽ ഫോഴ്സ് മാർക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് നമ്മൾ ലാഡറിൻ്റെ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ 3 ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട് അല്ലേ, σH0, അതായത് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0, വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സം ഇസ് ഈക്വൽ ടു 0, ആൻഡ് മൊമെൻ്റ് അറ്റ് എനി പോയിൻ്റ് ഇസ് ഈക്വൽ ടു 0. ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോയിന്റിലുള്ള മൊമെൻറ്റ് 0. ഈ 3 ഇക്വേഷനിലും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻസ് കണ്ടുപിടിക്കലാണ് അടുത്ത സ്റ്റേജ്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്,
എന്താണ് ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സം ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ വരച്ച ലാഡറിൻ്റെ ഫിഗർ ചെറുതാക്കി ഇപ്പുറത്തെ സൈഡിൽ വരച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഈ ബ്ലൂ കളറിൽ എത്ര ഫോഴ്സാണ് ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യണത്? നമുക്കറിയാം RW എന്ന് പറഞ്ഞ ഫോഴ്സ് ടുവാർഡ്സ് റൈറ്റ് ഡയറക്ഷനിൽ, അത് ഹൊറിസോണ്ടൽ ഫോഴ്സാണ്. പിന്നുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 0.2 RF ആണ്. ഈ 0.2 RF എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇനി FF എന്ന് വിളിക്കാൻ പാടില്ല, അതിനെ 0.2 RF തന്നെ വിളിക്കാൻ പാടുള്ളൂ. നമ്മൾ ഷോർട്ടാക്കാൻ പോവാണ്. അപ്പോൾ ഈ 2 ഹൊറിസോണ്ടൽ ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ 2 ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മ് 0 എന്നാണ് എഴുതാൻ പോകുന്നത്. RW എന്ന് പറയുന്നത് റൈറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് ഞാൻ +RW മൈനസ് 0.2 RF, കാരണം 0.2 RF എന്ന് പറയുന്നത് ലെഫ്റ്റ് ഡയറക്ഷനിലാണ്. ലെഫ്റ്റ് ഡയറക്ഷനിൽ പോകുന്നതിൻ്റെ സൈന് മൈനസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 0. Therefore, we get RW is equal to 0.2 RF. ഇക്വേഷൻ നമ്പർ 1. ഇത്രയേ ഉള്ളൂ എഴുതാൻ. ഈ ഒരു ഇക്വേഷൻ എഴുതിയാലേ നിങ്ങൾക്ക് 1.5 മാർക്ക് കിട്ടും. ജസ്റ്റ് സിഗ്മ h ഈക്വൽ ടു 0 എന്നുള്ള ആ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ നമ്പർ 1 കിട്ടിയാൽ നിങ്ങൾക്ക് 1.5 മാർക്ക് യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, അടുത്ത ഇക്വേഷനാണ് എന്ത്? സിഗ്മ v ഈക്വൽ ടു 0. നമ്മളിവിടെ എത്ര വെർട്ടിക്കൽ ഫോഴ്സ് ഉണ്ട്? ഏറ്റവും ടോപ്പിൽ നിന്ന് നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കാൻ തുടങ്ങുകയാണ്. ആദ്യത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 0.2 RW അപ്വാർഡ് ഡയറക്ഷൻക്ക്. അപ്പോൾ അത് 0.2 RW പ്ലസ് ഡയറക്ഷൻ മുകളിലേക്ക് പോകുന്ന ഫോഴ്സ് ആയതുകൊണ്ട് നമ്മളതിനെ 0.2 RW പ്ലസ്. അടുത്ത മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു. അപ്പോൾ C എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു 300 ന്യൂട്ടൺ താഴേക്ക്. അപ്പം താഴേക്കുള്ള ഫോഴ്സിനെ ഞാൻ -300. പിന്നെയും കുറച്ചും കൂടി താഴേക്ക് പോകുമ്പോൾ ഒരു 750, അതും താഴേക്ക്, അപ്പം -750. പിന്നെ അങ്ങനെ കുറച്ചുകൂടി പോകുമ്പോൾ ഒരു RF അപ്വാർഡ് ഡയറക്ഷൻക്ക്. അപ്പോൾ അത് +RF is equal to 0. This is ഇക്വേഷൻ നമ്പർ 2. ഇതിനെ ഞാൻ ഒന്നുകൂടി അറേഞ്ച് എഴുതിയപ്പോൾ എന്ത് വന്നു? 0.2 RW പ്ലസ് RF വിച്ച് ഇസ് ഈക്വൽ ടു 300 പ്ലസ് 750ൻ്റെ വാല്യൂ 1050 ഉള്ളത് -1050നെ ഈക്വൽ ടുൻ്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ +1050. ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 2. ഈ ഇക്വേഷൻ എഴുതുന്നതിന് നിങ്ങൾക്ക് അടുത്ത 1.5 മാർക്ക് കിട്ടി. ഇപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് ഇത്രയും ചെയ്താൽ, അതായത് ഫിഗർ വരക്കുക, സിഗ്മ h 0 എഴുതുക, സിഗ്മ v 0 എഴുതിയാൽ നിങ്ങൾക്ക് ടോട്ടൽ 6 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇനി ചില പ്രോബ്ലം, ഇതിപ്പോൾ ഒരു സിമ്പിൾ പ്രോബ്ലം അല്ലേ? സിമ്പിൾ പ്രോബ്ലം ആയതുകൊണ്ട് ഫസ്റ്റ് 2 ഇക്വേഷൻ, അതായത് ഫസ്റ്റത്തെ ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ തന്നെ നമുക്ക് കുറച്ച് അൺനോൺസ് ഒക്കെ ആദ്യം തന്നെ കിട്ടും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 3 ഇക്വേഷനും കൂടി എഴുതിയിട്ട് കണ്ടുപിടിക്കാം. ചില ഭയങ്കര ചില സന്ദർഭത്തിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെ 2 ഇക്വേഷൻ തന്നെ ചെറിയ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനിലുണ്ട് RW is equal to 0.2 RF. നിങ്ങൾ ശരിക്കും 3 ഇക്വേഷൻ എഴുതിയിട്ട് സോൾവ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് പെട്ടെന്ന് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ RWനെ നമുക്ക് എന്ത് വിളിക്കാം? 0.2 RF എന്ന് വിളിക്കാം. അപ്പോൾ put equation 1 in equation 2. ഇക്വേഷൻ 2ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ 2 എന്തായി മാറും? 0.2 ഇൻറ്റു 0.2 RF പ്ലസ് RF is equal to 1050. Therefore, we get 0.04 RF plus RF is equal to 1050. Therefore, we get 1.04 RF is equal to 1050. Therefore, RF is equal to 1050 divided by 1.04. We get RF is equal to 1009.6 Newton. ഓക്കെ, RF is equal to, അതായത് ഒരു റിയാക്ഷൻ കിട്ടി നമുക്ക്. RFിൻ്റെ വാല്യൂ അതാണെന്നുണ്ടെങ്കിൽ വി ഗെറ്റ് RW is equal to 0.2 ഇൻറ്റു 1009.6
വിച്ച് ഇസ് ഈക്വൽ ടു 201.99 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ RWൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 201.9. നമുക്ക് എന്ത് കിട്ടണം? വേറെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഈ എക്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. എക്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അൺനോൺ ഡിസ്റ്റൻസ്. ആ മനുഷ്യൻ 750 ന്യൂട്ടനുള്ള വെയിറ്റ് ഉള്ള ഒരാൾ നടന്നു പോകുമ്പോൾ എവിടെ എത്തുമ്പോഴാണ് നമ്മളെ ലാഡർ സ്ലിപ്പായത് എന്നാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അതായത് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മൂന്നാമത്തെ ഇക്വിലിബ്രിയത്തിൽ കണ്ടീഷനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അതായത് മൊമെൻ്റ് അറ്റ് എനി പോയിന്റ് ഈക്വൽ ടു 0. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റിൽ മൊമെൻ്റ് കണ്ടുപിടിക്കുക. ABCDEFG O അങ്ങനെ ഏത് പോയിന്റിലും നമുക്ക് കണ്ടുപിടിക്കാം. ഞാനിവിടെ മൊമെൻ്റ് അറ്റ് എ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. മൊമെൻ്റ് അറ്റ് എ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഇവിടെ എത്ര ഫോഴ്സ് ഉണ്ട്? 1 2 3 4 5 6 ഫോഴ്സസ് ഉണ്ട്. ഈ 6 ഫോഴ്സസ് കൊണ്ടും പോയിന്റ് എയിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ മൊമെൻ്റ് അറ്റ് എൻ്റെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഈ ഇക്വേഷൻ എഴുതുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ ഈ 0 ഞാൻ താഴെ നിന്ന് മുകളിലേക്കാണ് പോകുന്നത്. 0.2 RF എന്ന് പറയുന്നതും RF എന്ന് പറയുന്ന ഫോഴ്സും പോയിന്റ് എയിലാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. നമുക്കറിയാം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? മൊമെൻ്റ് അറ്റ് എനി പോയിന്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഫോഴ്സുകളും പോയിന്റ് എയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രണ്ട് ഫോഴ്സ് കൊണ്ടുള്ള മൊമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും വരിക? 0. കാരണം അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല അവിടെ, പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ 0. അടുത്ത ഫോഴ്സ് ഞാൻ എടുത്തത് 750 ആണ്. 750 പോയിന്റ് എയിൽ ഉണ്ടാക്കുന്ന മൊമെൻറ്റ് എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിലാണ് പോവുക. ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ -750 എന്ന് പറയുന്നതാണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 750 എന്നുള്ള ഫോഴ്സും പോയിന്റ് എയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് F ഇൻറ്റു എ എന്ന് പറയുന്ന ലെങ്ത് ആണ്. ഫസ്റ്റ് മൊമെൻ്റ് കിട്ടി. അടുത്തത് എന്ന് പറയുന്നത് 300 ന്യൂട്ടൺ പോയിന്റ് എയിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് ഇത് പറഞ്ഞ പോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ -300 ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് ഫോഴ്സും 300ഉം എ എന്ന് പറയുന്ന പോയിന്റും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് DA ആണ്. അപ്പോൾ ഇൻറ്റു DA. അടുത്ത ഫോഴ്സ് ഞാൻ എടുത്തത് RW ആണ്. RW എന്നുള്ള ഫോഴ്സ് ഞാൻ യെല്ലോ കളറിൽ വരയ്ക്കുന്നുണ്ട്. RW എന്നുള്ള ഫോഴ്സ് ഇങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. RW എന്നുള്ള ഫോഴ്സ് പോയിന്റ് എയിൽ ഉണ്ടാക്കുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് പോകുന്നത്. അപ്പോൾ പ്ലസ് RW ഇൻറ്റു RW എന്നുള്ള ഫോഴ്സും പോയിന്റ് എയും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് ഫോഴ്സ് പോകുന്നതെങ്കിൽ എയും അതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ബ്ലാക്ക് കളറിൽ ഞാനിപ്പോൾ ഡാർക്കൺ ചെയ്ത് വരക്കുന്ന ആ ഒരു ഡിസ്റ്റൻസാണ്. അതായത് നമുക്ക് വേണ്ടത് വെർട്ടിക്കൽ ഡിസ്റ്റൻസാണ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഇവിടുത്തെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് OB. അടുത്ത ഫോഴ്സ് എടുക്കുന്നത് 0.2 RW ആണ്. 0.2 RW ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ 0.2 RW ഇൻറ്റു 0.2 RW എന്ന് പറയുന്ന ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലാണ്, അതായത് വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഈ വെർട്ടിക്കൽ ഫോഴ്സും പോയിന്റ് എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് OA. ഓക്കെ, രണ്ട് ഫോഴ്സിനെ നമ്മൾ ഫോഴ്സിൻ്റെ ലെങ്ത് ഇല്ലെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി തിയറം വെച്ചിട്ട് അതിന് നമ്മൾ ലെങ്ത്തിൽ വരയ്ക്കുക. എന്നിട്ട് ആ ഫോഴ്സും കണ്ടുപിടിക്കേണ്ട പോയിന്റും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഹിയർ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഈസ് OA. ഈ എല്ലാ മൊമെൻറ്റിൻ്റെ സം എന്ന് പറയുന്നത് 0 ആണെന്നാണ് നമ്മളെ മൂന്നാമത്തെ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഓക്കെ, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 0.2 RWൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക. നമ്മൾ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാ 0.2 RW ഈ വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് പോകുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ വെർട്ടിക്കൽ ഫോഴ്സും ഇങ്ങനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ്, ഈ ഒരു ലൈനിലാണ് നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ് പോകുക അല്ലേ. ഈ വെർട്ടിക്കൽ ഫോഴ്സും പോയിന്റ് എയും ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് ആ ഡിസ്റ്റൻസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 90 ആയിരിക്കണം. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് O തൊട്ട് A വരെയുള്ള ഡിസ്റ്റൻസ് ആണ്.
ഇതാണ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇൻറ്റു ഒ എ എന്ന് എഴുതിയത്. ഓക്കെ, ഇതാണ് നമ്മളുടെ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ ആർ ഡബ്ല്യുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആർ ഡബ്ല്യുവിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഡി എൻ്റെ വാല്യൂ എന്താ, എഫ് എൻ്റെ വാല്യൂ എന്താ, ഒ എൻ്റെ വാല്യൂ എന്താ, ഒ ബിൻ്റെ വാല്യൂ എന്താ, അതായത് ഡിസ്റ്റൻസിൻ്റെ വാല്യൂ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ഈ ഓരോ ഡിസ്റ്റൻസും എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാം. നമ്മളെ ലാഡറിൻ്റെ ഫിഗർ ഒന്നുകൂടി വരച്ചു. ഇപ്രാവശ്യം നമ്മൾ ലാഡറിൻ്റെ ഫിഗറിൽ ഫോഴ്സസ് ഒന്നും മാർക്ക് ചെയ്തില്ല, ആ ലാഡറിൻ്റെ ഓരോ പോയിന്റുകൾ മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ. എ ബി എന്ന് പറഞ്ഞ ലാഡർ മാർക്ക് ചെയ്തു. ഒ എന്ന് പറയുന്നത് നമ്മൾ വോളും ഫ്ലോറും തമ്മിൽ കോൺടാക്ട് ചെയ്യുന്ന പോയിന്റ്. സി എന്ന് പറയുന്നത് ലാഡറിൻ്റെ സെൻറ്റർ, ആ സെൻറ്ററിൽ നമ്മൾ വെയിറ്റ് മാർക്ക് ചെയ്യുമ്പോൾ ലാഡറിൽ മീറ്റ് ചെയ്യുന്ന ഡി എന്ന് പറഞ്ഞ പോയിന്റ്, പിന്നെ 750 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ഇ എന്ന് പറഞ്ഞ പോയിന്റ്, അത് താഴെ മീറ്റ് ചെയ്യുന്ന എഫ് എന്നുള്ള പോയിന്റ്. അതുപോലെ ആംഗിൾ 30 ഡിഗ്രി ആണെന്ന്. പിന്നെ ഈ ടോട്ടൽ നമ്മൾ ലാഡറിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്, അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണെന്നറിയോ, ഈ ഓരോ പാർട്ട്, ഇതിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എത്ര റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട്, 3 റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ. ആദ്യം ഒരു ചെറിയ കുഞ്ഞി ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ എ ഇ എഫ് എന്ന് പറഞ്ഞ ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ ട്രയാങ്കിൾ ഏത് എ സി ഡി എന്ന് പറഞ്ഞ ഒരു ട്രയാങ്കിൾ ഉണ്ട്. അതുപോലെ ട്രയാങ്കിൾ എ ബി ഒ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഈ വലിയ ട്രയാങ്കിൾ ഉണ്ട്. ഈ ഓരോ ട്രയാങ്കിളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, സെപ്പറേറ്റ് ചെയ്ത് കൺസിഡർ ചെയ്യാൻ പോവുകയാണ്, കാരണം നമുക്ക് ഡിസ്റ്റൻസുകൾ അറിയണം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തത് എ ബി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എ ബി ഒ. എ ബി ഒ എന്ന് പറഞ്ഞ ട്രയാങ്കിളിലെ എ ബി എന്ന് പറയുന്നത് ലാഡറാണല്ലേ, ലാഡറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ലാഡറും ബോളും ഉണ്ടാക്കുന്ന ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ എ എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. നമ്മൾക്ക് ഇക്വേഷനിൽ ഏതൊക്കെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, ഒ എ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും അറിയണം, ഒ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസും അറിയണം. അപ്പോൾ നമ്മളിവിടെ ഒ എയും ഒ ബിയും കണ്ടുപിടിക്കണം. നമുക്ക് ഒരു സൈഡും ഉണ്ട്, 2 ആംഗിളുകളും തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോസോ സൈനൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആംഗിൾസ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഹിയർ വി ആർ ടേക്കിംഗ് കോസ് 60 ഫ്രം ട്രയാങ്കിൾ എ ബി ഒ. കോസ് 60, കോസ് എന്ന് പറഞ്ഞാൽ എന്താ, അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് അല്ലേ. ഹിയർ 60ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താ, ഒ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയുന്നത് എ ബി. ദർഫോർ വിച്ച് ഇസ് ഈക്വൽ ടു ഒ എ ഡിവൈഡഡ് ബൈ ഒ ബി എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്ന ലെങ്ത് 6 ആണ്. ദർഫോർ വി ഗെറ്റ് ഒ എ ഇസ് ഈക്വൽ ടു 6 കോസ് 60. 6 കോസ് 60 എന്ന് പറയുമ്പോൾ 6 × 1/2 ദാറ്റ് ഈസ് 3 മീറ്റർ. വി ഗെറ്റ് ഫസ്റ്റ് ആംഗിൾ ഒ എ, ഫസ്റ്റ് ഡിസ്റ്റൻസ് ഒ എ ആസ് 3 മീറ്റർ. ഓക്കെ, നമുക്ക് ഒ എ മാത്രം പോരാ, നമുക്ക് ഒ ബിയും കൂടി വേണം. അപ്പോൾ ഒ ബി കണ്ടുപിടിക്കാൻ ഞാൻ എന്ത് ചെയ്തു, സൈൻ 60 എടുത്തു. സൈൻ 60ൻ്റെ ഇക്വേഷൻ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ്. ഹിയർ ഓപ്പോസിറ്റ് സൈഡ് ഈസ് ഒ ബി, hypotenuse is 6. Therefore, we get OB as 6 sin 60, which is equal to 3√3. അപ്പോൾ നമുക്ക് അടുത്ത ഡിസ്റ്റൻസ് കിട്ടി, ദാറ്റ് ഈസ് OB which is equal to 3√3. ഓക്കെ, ആദ്യത്തെ ഒരു ട്രയാങ്കിൾ എടുത്തു, അതിന് നമുക്ക് കിട്ടിയ ആംഗിളാണ്. അടുത്തത് നമ്മൾ ACD, ട്രയാങ്കിൾ ACD എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. ട്രയാങ്കിൾ ACD നമുക്കറിയാം, A തൊട്ട് C എന്ന് പറയുന്നത് സെൻറ്റർ പോയിൻ്റ് ആണ് അല്ലേ. അപ്പോൾ AC എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 മീറ്റർ ആയിരിക്കും. അതായത് എന്താ, ലാഡറിൻ്റെ കറക്റ്റ് സെൻറ്ററിലാണ് C എന്നുള്ള പോയിൻ്റ്. ലാഡറിന് 6 മീറ്റർ ആണ് ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ 6നെ കറക്റ്റ് ഹാഫാക്കി 3 മീറ്റർ ലെങ്ത്ത്. അതുപോലെ A എന്ന് പറഞ്ഞ ആംഗിൾ 60 ആണെന്ന് നമുക്കറിയാം. എന്താ, ഈ ആംഗിൾ 30 ആണെങ്കിൽ A 60 ആണെന്ന് പറഞ്ഞല്ലോ. A എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ എല്ലാത്തിനും കോമൺ ആണ്. ഈ ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് കിട്ടിയ എല്ലാ ട്രയാങ്കിളും നമുക്ക് ആ 60 എടുത്താൽ മതി. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ലെങ്ത്ത് എന്ന് പറയുന്നത് AD മാത്രമേ ആവശ്യമുള്ളൂ.
60ൻ്റെ AD കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? cos 60 എടുക്കാം അല്ലേ? cos 60 is equal to എന്ത് വരും? adjacent side divided by hypotenuse. That is adjacent side AD divided by hypotenuse എന്ന് പറയുന്നത് AC, which is equal to AD divided by hypotenuse എന്ന് പറയുന്നത് 3. Therefore, we get AD is equal to 3 cos 60. That is 3 cos 60 എന്ന് പറയുമ്പോൾ 1.5 meter AD. അപ്പോൾ we get, AD അല്ല, AB അല്ല, AD ട്ടോ, AD. സോ മൂന്നാമത്തെ ഡിസ്റ്റൻസ് കിട്ടി. ഈ ഒരു ചെറിയ ട്രയാങ്കിളിൽ ഈ ഡിസ്റ്റൻസ് മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ, ഇത് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കും വേണ്ട. ഇനി അടുത്ത് നമ്മൾ മൂന്നാമത്തെ ട്രയാങ്കിൾ, ദാറ്റ് ട്രയാങ്കിൾ AEF കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. ട്രയാങ്കിൾ AEF, അതിൽ A എന്ന് പറഞ്ഞ ആംഗിൾ 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. AE എന്ന് പറഞ്ഞ ലെങ്ത്ത് നമ്മളോട് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. നമുക്കറിയില്ല, എക്സ് മീറ്റർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിരുന്നു. അപ്പോൾ ആ എക്സ് മീറ്റർ നമ്മളവിടെ വെച്ചു. നമുക്ക് വേണ്ട ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് AF ആണ്. നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, എവിടെ? ഈ ഇക്വേഷനിൽ AF ആണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ഇനി AF മാത്രം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. AF എന്ന് പറയുന്നത് 60ൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ആയതുകൊണ്ട് നമ്മൾ cos 60 ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എഴുതി. ഹിയർ അഡ്ജസൻറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു AF ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എക്സ് മീറ്റർ ആണ്, അതായത് AE ആണ്. AEൻ്റെ വാല്യൂ AF ഡിവൈഡഡ് ബൈ എക്സ് ആണ്. Therefore, we get AF as x cos 60. This will be the fourth distance. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒരുവിധം നമ്മളുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ ഡിസ്റ്റൻസും കിട്ടി. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മളുടെ ഇക്വേഷൻ അപ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷനാണ് -750 ഇൻറ്റു FA. ഈ -750 ഇൻറ്റു FAൻ്റെ ഈ FAൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എക്സ് കോസ് 60 ഇൻറ്റു -300 ഇൻറ്റു DA. DA എന്ന് പറയുന്ന ലെങ്ത് എത്രയാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യും? 1.5 എന്ന് മാർക്ക് ചെയ്തു. ഇനി അങ്ങനെ പോയി പ്ലസ് RW ഇൻറ്റു OB. OB എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ് നമുക്ക് കിട്ടിയത്? OB ഈസ് ഈക്വൽ ടു 3√3 ആണ്. അപ്പോൾ നമ്മൾ OBനെ 3√3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ആൻഡ് ആൾസോ പ്ലസ് 0.2 RW ഇൻറ്റു OA. OAൻ്റെ വാല്യൂ 3 ആണ്. ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് -750 ഇൻറ്റു എക്സ് കോസ് 60 -300 ഇൻറ്റു 1.5 പ്ലസ് RW ഇൻറ്റു 3√3 പ്ലസ് 0.2 RW ഇൻറ്റു 3 ഇസ് ഈക്വൽ ടു 0. ഇതിൽ RWൻ്റെ വാല്യൂ വി ഓൾറെഡി ഗെറ്റ് RW ഇസ് ഈക്വൽ ടു 201.9. അപ്പോൾ ഈ RWനെ നമ്മൾ എന്ത് ചെയ്യും? 201.9 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 201.9. അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു സിമ്പിൾ ഇക്വേഷൻ കിട്ടും ഇൻ ടേംസ് ഓഫ് എക്സ്. ദാറ്റ് ഈസ് 375 എക്സ് ഇസ് ഈക്വൽ ടു 720.24. Hence, we get x is equal to 720.24 divided by 375 as 1.92 meter. അതായത് നമ്മളോട് അയാളുടെ ഒരു 750 ന്യൂട്ടൺ വെയിറ്റുള്ള ആൾ ലാഡറിലൂടെ നടക്കുമ്പോൾ 1.92 മീറ്റർ എത്തുമ്പോഴാണ് നമ്മളെ ലാഡർ സ്ലിപ്പ് ആവുന്നത്. എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചത്. നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ലാഡർ വരക്കണം. സിഗ്മ എച്ചിന് ഒരു ഇക്വേഷൻ എഴുതണം. സിഗ്മ വിക്ക് ഒരു ഇക്വേഷൻ എഴുതണം. മൊമെൻ്റ് അറ്റ് എക്ക് ഒരു ഇക്വേഷൻ എഴുതണം. എന്നിട്ട് അതെല്ലാം സോൾവ് ചെയ്തിട്ട് നമ്മൾ അൺനോൺ വാല്യൂസ് കണ്ടുപിടിക്കണം. അതിൽ തന്നെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുന്നതിനാണ് 3 മാർക്ക്, ഇതിന് 1.5 മാർക്ക്, ഇതിനും 1.5 മാർക്ക്, ഈ ഇക്വേഷൻ എഴുതുന്നതിനും 1.5 മാർക്ക്. ബാക്കി എത്ര ഉണ്ടാവും? 3.5 മാർക്സ് ആണ്. പിന്നെ ബാക്കി വരുന്ന 2.5 മാർക്സോ 3.5 മാർക്സ് ആണ് ബാക്കി വരുന്ന സൊല്യൂഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ.
അപ്പോൾ ഈ എല്ലാ സ്റ്റെപ്സും എഴുതിയാൽ നിങ്ങൾക്ക് ഫ്രീ ബോഡി ഡയഗ്രാം അല്ലെങ്കിൽ ഫ്രിക്ഷൻ ലാഡർ കണ്ടുപിടിക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അടുത്ത വീഡിയോ മിസ്സാവാതിരിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്